അമ്മേനെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടണ്ട അമ്മ. അപ്പൊ വെളിയിലെങ്ങാണ്ട് വിട്ടെന്നെ കഷ്ടപ്പെടുത്താനാണ്. അതല്ല, നമുക്ക് വീട്ടു ജോലിക്ക് ഒരു പെൺകൊച്ചിനെ നിർത്താം. ആ അത് നല്ലതാ. നിന്റെ അച്ഛൻ കൊടുക്കുവോ ശമ്പളം? അതല്ല, ശമ്പളം ഒന്നും കൊടുക്കണ്ട. എന്നെ അമ്മയെ നോക്കി ശിഷ്ടകാലം അവൾ ഈ വീട്ടിൽ കഴിയട്ടെ. അതാ ലത ചേച്ചിയുടെ മോളായാലോടാ. ഡബിൾ ഓക്കെ. അവൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? അവൻ ആ പെണ്ണുമായിട്ട് ലൈനാമേ അവൻ അവളെ കല്യാണം കഴിച്ചോണ്ട് വരാന്ന്. ആ തോടങ്ങെടുത്ത് കളമോനെ. ആ മുട്ടത്തോട് മുട്ടേന്ന് വിരുവില്ല. അതിന് മുമ്പേ അവന് കല്യാണം കഴിക്കണം പോലും. അവളെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എങ്ങനെ ചെലവിന് കൊടുക്കൂടാ? 3 ശമ്പളം ഉണ്ട്. പൊന്നോലെ ഞാൻ നോക്കും. 300 രൂപ. അതാ അവന് ശമ്പളം. എടാ, ഈ 300 രൂപ കൊണ്ട് നീ 3 പെണ്ണുങ്ങളെ എങ്ങനെ നോക്കൂടാ? അമ്മയ്ക്ക് 100, എനക്ക് 100, തക്കട് മുത്തിന് 100. പെണ്ണുപിള്ളക്ക് കൊടുത്തപ്പോ തക്കട് മുത്തന്ന്. അല്ല, ഈ പൈസ എല്ലാം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാ നീ എങ്ങനെ ജീവിക്കും? പറയുമ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും? ഇപ്പൊ തന്നെ 100 ഒരു 50 രൂപ അമ്മ. സുശീലക്ക് ചിട്ടി പൈസ കൊടുത്തു. ഇപ്പൊ കൊടുത്തതേ ഉള്ളു. ചേച്ചി ചിട്ടി പൈസ ഇപ്പൊ കൊടുത്തത് 50 രൂപ. എനിക്ക് എന്റേതായിട്ടുള്ള കുറെ ചെലവുകളുണ്ട്. അല്ലെ തന്നെ നീ ചോദിക്കുമ്പോ എടുത്തേക്കുന്നല്ലേ നിന്റെ പെണ്ണുപിള്ളോട് ചോദിക്കില്ല. എനിക്ക് 50 രൂപ വേണ്ട. ചോദിക്കത്തില്ല. അച്ചിക്കോന്തൻ അവിടെ ഇത് മൊത്തം ഇടി കിട്ടും.